ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആദ്യം ആ ക്രൂര ദൃശ്യങ്ങളിലേക്ക്. ജീവിക്കുവാണ് അന്തസ്സത്. നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാന്ന് ജീവിക്കും, അല്ലെങ്കിൽ ഇതുകൂടെ തീർന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീശ പറഞ്ഞു, നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? കാണ കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. നിന്നെ നീ ജീവിക്കത്തില്ല. എന്റെ മോക്കൂടി നീ കുറെ ദിവസം കൊണ്ടേക്ക് വീടെടുക്കുന്നു. നീ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. ജീവിക്കുവാണ് അന്തസ്സത്. നിന്നെ വിടത്തില്ല. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട്. സുജിത്ത്, ഈ സതീശന്റെ തനിനിറം നമ്മൾ നേരത്തെയും പല ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കേസ് എവിടെ എത്തി നിൽക്കുന്നു? ഈ ദൃശ്യങ്ങൾ നേരത്തെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയ കൂട്ടത്തിൽ ഹാജരാക്കിയ തെളിവുകളാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? അതേ സുഹൈൽ, ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഈ അതുല്യയുടെ ശബ്ദ സന്ദേശങ്ങളും ഒപ്പം തന്നെ ചില ദൃശ്യങ്ങളുമൊക്കെ സതീഷിൻ്റെ ക്രൂര പീഡനം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഒപ്പം തന്നെ ചില ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയേറെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ വ്യക്തമാക്കുന്ന പുതിയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങൾ, അതായത് അതുല്യ മരണപ്പെടുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മാത്രം മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്കെ വന്ന ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ അതുല്യയുടെ വീട്ടുകാർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ ഇത് പഴയ ദൃശ്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോടതിയിൽ പ്രതിഭാഗം വാദിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി എത്രത്തോളം വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് സതീഷിൽ നിന്നും അതുല്യ നേരിട്ടതെന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പലതവണ സതീഷ് ആ ദൃശ്യങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്നതായുള്ള വധഭീഷണി മുഴക്കുന്നതായി അതിൽ വ്യക്തമാകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതുല്യയെ വകവരുത്തുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുമെന്ന തരത്തിലുള്ള ചില ഭീഷണികളും അതിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അതുല്യയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുല്യയുടെ അച്ഛനോട് തന്നെ അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നമുക്ക് തേടാം. ഇപ്പോൾ നിങ്ങൾ വീട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ കൂടുതൽ തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് കൃത്യമായി കൊലപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ വകവരുത്തും, കൊട്ടേഷൻ കൊടുക്കുമെന്ന തരത്തിലുള്ള ഭീഷണി ആണ് സതീഷ് അതുല്യക്ക് നേരെ ഉയർത്തുന്നത്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് തന്നെ. അവൻ വെൽ പ്ലാൻഡായിട്ട് മകളെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യ കാലം മുതലേ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ ക്രൂര പീഡനങ്ങൾ മൂലമാണ് എൻ്റെ മകൾ മരണപ്പെട്ടത്. അതൊരു കൊലപാതകത്തിലേക്ക് തന്നെ ഇത് നമുക്ക് കൂട്ടാൻ ഒക്കുന്ന ഒരു മരണമാണ്. എൻ്റെ മകൾ മരണം വരിച്ചത് ഒരു കൊലപാതകം തന്നെയാണത്. അതിൻ്റെ രീതി ഏതായാലും അതിനെപ്പറ്റി അന്വേഷണങ്ങൾ കൂടുതൽ നടക്കേണ്ടതുണ്ട്. അതിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതായ നമുക്ക് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കുഞ്ഞ് പിറ്റേന്ന് രാവിലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നതും അവിടെ ജന്മദിന ദിവസമായിരുന്നതും സന്തോഷവതിയുമായിരുന്ന ഒരു ദിവസമാണെന്ന് അവളുടെ മകൾ 10 വയസ്സുള്ള പെൺകുട്ടിയോടുള്ള സ്നേഹവും ആദരവും അവളുടെ വാത്സല്യവും ഒരിക്കലും അവൾ സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കില്ല. സതീഷിൻ്റെ ക്രൂര പീഡനങ്ങൾ മൂലമാണ് എൻ്റെ മോൾ മരണപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. അന്ന് ഞാനത് പറഞ്ഞതാണ്. അതിനുള്ള ദൃശ്യങ്ങളും. സുജിത്ത്, നേരത്തെ ഈ പറഞ്ഞ സതീഷിന് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അച്ഛൻ കോടതിയേക്ക് സമീപിച്ചിരുന്നു. ഇതിലെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ആ നിയമ നടപടികൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഈ എഫ്ഐആറിലടക്കം ചെറിയ പിഴവുകൾ വന്നതിനെ തുടർന്നാണ് സതീഷിന് ജാമ്യം കിട്ടിയതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു. സുജിത്, നേരത്തെ സതീഷിന് ഈ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടൊക്കെ കുടുംബം ഹർജിയുമായി മുന്നോട്ട് പോയിരുന്നു. എഫ്ഐആറിൽ വന്ന ചില പിഴവുകൾ, കൊലക്കുറ്റമടക്കം കൃത്യമായ രീതിയിൽ തെളിവുകളില്ലാത്ത പശ്ചാത്തലത്തിൽ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയാണ് ഇത്തരം ജാമ്യം ലഭിക്കാൻ കാരണമെന്നൊക്കെ ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു. ആ നിയമ നടപടികളുമായി ഇപ്പോഴും കുടുംബം മുന്നോട്ട് പോകുകയല്ലേ?
അതെ, തീർച്ചയായും സുഹൈൽ, ഈ നിയമ നടപടികളുമായി, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇയാളുടെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. സതീഷിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് വീട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, കൊട്ടേഷൻ കൊടുത്ത് അതുല്യയെ കൊലപ്പെടുത്തുമെന്നും മാത്രമല്ല താൻ കൊലപ്പെടുത്തുമെന്നും കൊലപ്പെടുത്തി ജയിലിൽ പോകുന്നതിന് തനിക്ക് യാതൊരു മടിയുമില്ല എന്നൊക്കെ തന്നെ സതീഷ് ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സതീഷ് തൻ്റെ മകളെ വകവരുത്തിയതാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സതീഷിനെതിരെ കൂടുതൽ അന്വേഷണം വേണം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ വേണം എന്ന് തന്നെയാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. സുഹൈൽ, നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. സതീശൻ വിദേശത്ത് നിന്ന് എത്തിയതിന് പിന്നാലെ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടേക്ക് പോലീസിനെതിരെ ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ ഈ തെളിവുകൾ, ഈ ശബ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നിരത്തിക്കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് സതീശന് ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ്.